ഇന്ന് ഞാൻ LCHF കീറ്റോ പുട്ടുപാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം പുട്ടുപൊടി എങ്ങനെ തയ്യാറാക്കാമെന്നും LCHFൽ അനുവദിച്ച ഇൻഗ്രീഡിയൻസ് വെച്ച് വിവിധ തരം പുട്ടുകൾ എങ്ങനെ തയ്യാറാക്കും എന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാം ആയി വരുമ്പോൾ വലിയൊരു വീഡിയോ ആകും എന്നതുകൊണ്ട് ഓരോ പുട്ട് തയ്യാറാക്കുന്നതും ഓരോ പാർട്ടാക്കിയാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പുട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ പുട്ടുപൊടി തയ്യാറാക്കുന്നതും. അപ്പോൾ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു LCHF റെസിപ്പിയിലേക്ക് സ്വാഗതം. വരൂ കൂട്ടുകാരെ, ആദ്യം പുട്ടുപൊടി എങ്ങനെ തയ്യാറാക്കും എന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 800 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലെ ലീഫിൻ്റെ തണ്ടും എല്ലാം കളഞ്ഞപ്പോഴേക്കും ഒരു 200-250 ഗ്രാം പോയി കാണും. അത്രയും വെയിറ്റ് ഉണ്ടത്. ബാക്കിയുള്ള ചെറിയ ലീഫ് കൂടി നമുക്ക് മുറിച്ചു മാറ്റാം. ഇത് നല്ല ഫ്രഷ് കോളിഫ്ലവറാണ്. ഞാനിതിൻ്റെ ഇലയുടെ ചെറിയ തണ്ടെല്ലാം മുറിച്ച് മാറ്റി. ഇനി ഞാൻ നടു മുറിക്കുകയാണ്. ഞാൻ നടു മുറിച്ചിട്ട് നന്നായിട്ട് ചെക്ക് ചെയ്തു. ചെറിയ പ്രാണികളൊന്നും ഇതിനകത്ത് കണ്ടില്ല. നന്നായി വാഷ് ചെയ്ത ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഞാൻ 3 പീസാക്കി ഈ കോളിഫ്ലവറിനെ. ഒരു പീസ് മതി ഒരു കഷ്ണം പുട്ട് തയ്യാറാക്കാൻ. പുട്ടുപൊടി ഞാനിവിടെ 2 രീതിയിൽ തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. എനിക്ക് എളുപ്പമായി തോന്നിയ ആദ്യത്തെ രീതിയിലേക്ക് പോകാം. നമുക്കിത് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കഴുകിയെടുത്ത കോളിഫ്ലവർ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് വന്നു. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള മുകൾ ഭാഗവും ഒന്നുകൂടി വേവാവട്ടെ. 1 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ കോളിഫ്ലവറിനെ തിളക്കുന്ന വെള്ളത്തിൽ നിന്ന് മാറ്റുകയാണ്. ഇതിങ്ങനെ തന്നെ ചൂടാറാൻ വേണ്ടി വെക്കാം. നിങ്ങൾ വാങ്ങിച്ച കോളിഫ്ലവർ ഇതുപോലെ തിളപ്പിച്ചെടുത്ത ശേഷം ഫ്രീസറിൽ സൂക്ഷിച്ചാലും കേടുകൂടാതെ പുഴുവൊന്നും വരാതെ ഒരുപാട് കാലം സൂക്ഷിക്കാം. ഇനി നമുക്കിതിനെ റൈസാക്കാം. ഞാനിവിടെ ഒരു ഗ്രേറ്റർ വെച്ചിട്ടാണ് ഇതിനെ റൈസാക്കുന്നത്. നന്നായി ചൂടാറിക്കഴിഞ്ഞു. ഇതിൻ്റെ വലിയ തണ്ടൊന്നും പെടാതെ റൈസാക്കി എടുക്കുകയാണ്. നമ്മൾ പുട്ട് കഴിക്കുമ്പോൾ ഇറച്ചിക്കറി, മീൻകറിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ ചെറിയ തണ്ട് പെട്ടാലും കുഴപ്പമില്ല. അത്ര വലിയ കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്യുകയില്ല. അതേസമയം പുട്ട് തനിച്ചാണ് കഴിക്കുന്നതെങ്കിൽ ഈ തണ്ട് പെടാതെ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ഈ തണ്ട് നമുക്ക് മാറ്റി ഫ്രീസറിൽ സൂക്ഷിക്കാം. പിന്നീട് മറ്റെന്തെങ്കിലും റെസിപ്പിയിലേക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാനൊരു പീസ് മുഴുവൻ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. കൂടുതൽ വെള്ളമുണ്ടോ എന്നൊന്ന് പിഴിഞ്ഞു നോക്കുന്നുണ്ട്. അധികം വാട്ടർ കണ്ടൻ്റ് ഒന്നുമില്ല. നമ്മൾ ചൂടാറാൻ വെച്ച സമയത്തെല്ലാം പോയിട്ടുണ്ട്. ഞാനൊരു വൃത്തിയുള്ള കിച്ചൺ ടവലിലേക്ക് ഇട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി പിഴിഞ്ഞാലും മതി. എളുപ്പത്തിന് വേണ്ടി ഞാനൊരു ടവലിലേക്ക് ഇട്ടു. ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. എനിക്കിതൊരു എളുപ്പ രീതിയാണ്, വേവിച്ച് കഴിഞ്ഞ ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് റൈസ് തയ്യാറാക്കാം. ഇനി ഞാൻ മറ്റൊരു രീതി കൂടി പരിചയപ്പെടുത്താം. രണ്ടാമത് കോളിഫ്ലവർ റൈസ് ഇതാ കാണിക്കുന്നു. പച്ചക്കാണ് കോളിഫ്ലവറിനെ ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഗ്രേറ്ററിൻ്റെ വലിയ ഹോളുള്ള ആ ഭാഗത്ത് വെച്ചിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. 1/3 ഭാഗം പീസാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഇതിലെ തണ്ട് കൂടി ഒഴിവാക്കുമ്പോൾ ഒരു 100-150 ഗ്രാം ഈ റൈസ് കാണും. ഒരു നേരത്തേക്ക് കഴിക്കാൻ പുട്ട് തയ്യാറാക്കാൻ ഇത്രയും റൈസ് മതിയാകും. ഇനി നമുക്ക് ഈ റൈസിനെ 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് അതിലേക്ക് ഈ റൈസിനെ മാറ്റുകയാണ്. രണ്ട് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. തുണിയിലേക്ക് മാറ്റുന്നതിനേക്കാൾ എളുപ്പം സ്ട്രെയിനറിലേക്ക് മാറ്റുകയാണ്. വെള്ളമെല്ലാം പെട്ടെന്ന് പോയി കിട്ടും. ഇനി ഞാനിതൊരു തുണിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചൂടോട് കൂടി പിഴിഞ്ഞെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്ന് ചൂടാറട്ടെ. വേഗം ചൂടാറാൻ വേണ്ടി റൈസിനെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. റൈസ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. നല്ല പുട്ടുപൊടി പോലെ തന്നെയുണ്ട്. ഇതിലെ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് പിഴിഞ്ഞു നോക്കുന്നുണ്ട്.
വല്ലാണ്ട് മുറുക്കി പിഴിഞ്ഞെടുക്കേണ്ട, ഒരു മീഡിയം പിഴിയൽ മതി. രണ്ടാമത് കോളിഫ്ലവർ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് പൊടിച്ച് നോക്കി, നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ കാണിച്ച 2 പൊടിയും ഒരേപോലെ തന്നെയാണ്. എനിക്ക് എളുപ്പമായിട്ട് ആദ്യത്തെ രീതിയാണ് തോന്നിയത്. കാരണം പച്ചയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിനേക്കാൾ എളുപ്പം ശക്തി കുറച്ച് ഗ്രേറ്റ് ചെയ്യുന്നതും ആദ്യം കാണിച്ച രീതിയിലാണ്. ഇനി ഈ പൊടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിവിധ തരം പുട്ടുകൾ തയ്യാറാക്കാം. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. ആദ്യം നമുക്ക് ബദാം പുട്ട് തയ്യാറാക്കാം. ഞാനിവിടെ കോളിഫ്ലവർ റൈസ് എടുത്തിട്ടുണ്ട്, ഒരു 100-150 ഗ്രാം റൈസ്. ഇനി 1 സ്പൂൺ ബദാം പൊടി വേണം, 1 കഷ്ണം പുട്ടിലേക്ക്. കോളിഫ്ലവർ റൈസ് ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ടു. ഇനി 1 സ്പൂൺ ബദാം പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പുട്ടിലേക്കുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വേവിച്ച സമയത്തെ ഉപ്പ് വെള്ളത്തിൽ നിന്നും ഊറ്റിയപ്പോൾ അതിൽ പോയിട്ടുണ്ടാകും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെള്ളമെല്ലാം പാകമാണ്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. 1-2 സ്പൂൺ ചെമ്മീൻ മസാല ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇടുന്ന തേങ്ങയ്ക്ക് പകരമാണ് ഈ ചെമ്മീൻ മസാല ചേർക്കുന്നത്. ഇനി കോളിഫ്ലവർ ബദാം പുട്ടുപൊടി മുകളിൽ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ മസാല പുട്ടിൻ്റെ നടുക്കോ മുകളിലോ താഴെയോ നിങ്ങളുടെ ചോയ്സ് പോലെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ താഴെയും മേലെയുമാണ് വെക്കുന്നത്. ഇനി മുകളിൽ കുറച്ചുകൂടി ചെമ്മീൻ മസാല ചേർത്ത് കൊടുക്കാം. 1-2 സ്പൂൺ ചെമ്മീൻ മസാല മതിയാകും. എൻ്റെ കയ്യിലുള്ള ചിരട്ടപ്പുട്ട് ഞാൻ കുക്കറിൻ്റെ മുകളിൽ വിസൽ ഊരിയിട്ടാണ് ഹാവിക്ക് വെക്കാറ്. ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് ഹാവി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഈ പുട്ട് വേവാനായിട്ട് വെക്കാം. പുട്ടിന് മുകളിലേക്ക് ഹാവി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ബദാമും കോളിഫ്ലവറും ഒന്ന് വേവായി ഒന്ന് സെറ്റായി വരാൻ 2-3 മിനിറ്റ് സമയം വേണം. പുട്ട് വേവാനുള്ള സമയമായി, ഞാനിതെടുക്കുന്നുണ്ട്. ഇനി ഞാൻ പ്ലേറ്റ് ഇതിന് മുകളിലേക്ക് കമഴ്ത്തിയതിന് ശേഷം ഫ്ലിപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ആദ്യമായി പുട്ടുണ്ടാക്കിയ സമയം ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ട് പൊടിഞ്ഞു പോയി. അതിനുശേഷം ഞാൻ എപ്പോഴും ഇതുപോലെയാണ് പുട്ട് തയ്യാറാക്കാറുള്ളത്. പുട്ടുവട റെഡിയായി കഴിഞ്ഞു. പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന പരവും ഒന്നുമല്ല, നല്ല ഉറച്ച് തന്നെ ഇരിക്കുന്നുണ്ട്, നല്ല ഷേപ്പായിട്ട് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിലേക്ക് വേറെ കറിയൊന്നും വേണ്ട, ഇവിടെ എടുത്ത ചെമ്മീൻ മസാല മിക്സ് ചെയ്ത് തന്നെ കഴിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ബദാം പുട്ട് വിത്ത് ചെമ്മീൻ മസാല ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മറ്റൊരു പുട്ട് പരിചയപ്പെടാം. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും 1000 നന്ദി.